ഹായ്. ഇന്നും ഞങ്ങളൊരു നാട് എക്സ്പ്ലോറിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളെ നാടല്ല, ഞങ്ങളെ അമ്മായിൻ്റെ നാട്. പക്ഷെ ഞങ്ങളെ നാടിൻ്റെ അവിടേക്കൊന്നും എത്തൂല. ഞങ്ങൾ അങ്ങാടിക്ക് ഇലക്ട്രിക് ഓട്ടോയിലാണ് പോണത്. ഇലക്ട്രിക് ഓട്ടോയിലായതുകൊണ്ട് തന്നെ ഒരു ഹെലികോപ്റ്ററിൽ കയറിയ ഫീൽ ചെയ്യുന്നു ഞങ്ങൾക്ക്. ഞങ്ങളിതിൻ്റെ മുന്നേ ഹെലികോപ്റ്ററിൽ കയറിയിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലെത്തി. ഈ ബസ്സിലാണ് ഞങ്ങൾ പോണത്. ഈ ബസ്സിൽ തന്നെ ഞങ്ങളൊരു കസിനും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളുള്ളത് 3 ആളായി. സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഞങ്ങളെ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പാണ് അമ്മായിൻ്റെ വീട്. പിന്നെ ഞങ്ങളൊരു ബിൽഡപ്പിൽ അങ്ങ് ബസ് കയറിയെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് എത്തി. ഇതിനടുത്താണ് ഞങ്ങളെ താത്താർ പഠിച്ചിരുന്ന കോളേജ്. ഇല്ലാത്ത നുണ പറഞ്ഞ് ഞങ്ങൾ പോലെ കോളേജിൽ നിന്ന് ചടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇരുന്ന് അടുത്തേന്നു. അങ്ങനെ ഞങ്ങൾ 3 5 ആയി. അപ്പോഴാണ് ഞങ്ങളെ താത്താരോലെ സ്ഥിരം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തൂക്കുപാലത്തിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് തന്നെ വെച്ചു. അങ്ങനെ ഞങ്ങൾ പോണ വഴിയിലാണ് കേട്ടോ ഞങ്ങൾ സ്വത്തുവിൻ്റെ സ്കൂൾ. അപ്പോൾ ഇതാണ് ഞങ്ങളെ സ്വത്തുവിൻ്റെ സ്കൂൾ. ഞങ്ങൾ സ്വത്തുവിനെ കാണാൻ വേണ്ടി പോയതാണ്, പക്ഷെ ഓനല്ലാത്ത എല്ലാവരും അവിടെ കണ്ടു. വീണ്ടും ഞങ്ങൾ നടത്താൻ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിലെത്തി. ഞങ്ങൾക്ക് ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ടും പിന്നെ തൂക്കുപാലത്തിന് അധികം പഴക്കമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ അധിക നേരം അതിന്മേൽ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ അമ്മായിൻ്റെ വീട്ടിൽ തിരിച്ചു. ആ കാണാൻ കേട്ടോ അമ്മായിൻ്റെ വീട്. പിന്നെ ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങളെ നടത്തത്തിൻ്റെ എഫക്റ്റ് കാരണം ഞങ്ങൾക്ക് ജ്യൂസ് കുടിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് ഞങ്ങൾ വരുന്ന റഹ്മാനിച്ച അമ്മായി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിനു. വെയിൽ കുറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾക്ക് 2 അമ്മായി ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വലിയ അമ്മായിയാണ്. ഇനി ഞങ്ങൾ ചെറിയ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോണ വ്ളോഗ് ഓൺ ദ വേലാണ്. അമ്മായിയെ ഒന്ന് കരുതിയിരുന്നോ? അപ്പോൾ ഓക്കെ. പിന്നെ